യെസ്, HIV പോസിറ്റീവ് ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത് ഞാൻ തന്നെയാണ്. സോ വാട്ട്? റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്? ദിസ് ഇസ് നോൺസെൻസ്. താങ്ക് യു. അമൃത, നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു. വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഷീസ് മൈ ഡോട്ടർ. ഓ, ഒന്നെങ്കിൽ ജോൺ, അല്ലെങ്കിൽ കുറ്റവാളി, അതുമല്ലെങ്കിൽ പ്രേതം. ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല. ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം. നീ അവിടെ മാറിക്കിടക്ക. നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താണ്? ക്ലാര പേഷ്യൻ്റ് ആണെന്ന് അറിയാമായിരുന്നത് സാറിന് മാത്രമായിരുന്നു. അതെ. പിന്നെ എങ്ങനെ ആ ന്യൂസ് കോളേജിൽ ലീക്കായി? ആരാ അത് ചെയ്തത്? സാർ അന്വേഷിച്ചില്ലേ? ഇറ്റ് വാസ് എ നോൺ ഫാക്ട്. ക്ലാരയുടെ കുട്ടിക്കാലത്തെ ഓർഫനേജ് പിക്ചേഴ്സ് അതൊക്കെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ. എനിബഡി കുഡ് ഹാവ് ഡൺ ഇറ്റ്. യു ആർ ലൈയിങ്. വാട്ട് നോൺസെൻസ്. സ്റ്റോപ്പ് ദിസ് മോക്കറി. ഞാൻ പറഞ്ഞല്ലോ സർ, ദിസ് ഇസ് ഒഫീഷ്യൽ. യു വിൽ ഹാവ് ടു ആൻസർ ഇറ്റ്. ടെൻസ്ഡ് അല്ല, ഗിൽറ്റ്. കൺഫ്യൂസ്ഡ്. സാറിനറിയാം ആരാ ന്യൂസ് പുറത്തു വിട്ടേന്ന്. സാറാണ്. Why? You had a physical attraction and she refused. No. പിന്നെന്തിന് സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം? You loved her like your daughter. Daughter. അമൃത. Please put her out of this. പക്ഷെ മോൾക്ക് വേണ്ടി സാർ എന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം? No romantic angle, no sexual desires, academic issues. Academics. അതിലെന്തായിരിക്കും? ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ പഠിക്കുകയായിരുന്നു. സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി. How dare you? എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? തന്റെ പപ്പ ആരാ? ആ? You sit there. Sit. You have no right to talk to him like this. You just don't have any right. You sit there, please. Please tell him to watch his words, sir. Yeah. Wait. Come. Look at me. അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനാ അമൃത അത് ചെയ്തത്? ഞാനല്ല ചെയ്തത്. യു ആർ ലൈയിങ് അമൃത. ബട്ട് വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? അമൃത ആരെങ്കിലും പ്രേമിച്ചിരുന്നു സർ? No. Not to my knowledge. അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. Because she has not seen a better man than her father. ചെറുപ്പം മുതൽ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുള്ളായ തൻ്റെ അച്ഛനെയാണ്. പേഴ്സണലി, പ്രൊഫഷണലി,
ഫിസിക്കലി ദ മോസ്റ്റ് പെർഫെക്റ്റ് മാൻ. ഫാദർ ഫിക്സേഷൻ. അതാരാ? നിന്റെ അമ്മാവൻ. എടാ, സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ. ഈ കോളേജിലെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ബോറിൻ ഫെലോഷിപ്പ്. ആസ് ദി ഓൺലി മലയാളി ലോയർ ഹു ഹാസ് വൺ ദിസ് ബിഫോർ, ഐ എം പ്രിവിലേജ്ഡ് ടു പാസ് ദിസ് ഓണർ ടു മൈ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് ക്ലാര. ഗോഡ് ബ്ലെസ്. ക്ലാരയ്ക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അമർ റൈറ്റ് അമൃത? ടെൽ മീ. ഷീ ഡിഡ് ഇറ്റ്. ക്ലാരയുടെ HIV ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവളാണ്. അവളുടെ പ്രായത്തിൻ്റെ ഒരു മിസ്റ്റേക്ക്. അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് ഹൈഡ് ഇറ്റ് മോളു. ടെൽ മീ. അച്ഛൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം ക്ലാരയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് സിമ്പതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവള് പോപ്പുലറായി, എലക്ഷൻ വിൻ ചെയ്തു, ക്ലാസ് ടോപ്പറായി. അമൃതയോടുള്ള അച്ഛൻ്റെ സ്നേഹം ക്ലാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അമൃത സംശയിച്ചു. And that hurt you most. ക്ലാരയുടെ അസുഖത്തിന്റെ ന്യൂസ് ലീക്ക് ചെയ്തോ അവള് കോളേജിൽ നിന്ന് എക്സ്പെൽ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവഴി അമൃത ആഗ്രഹിച്ചിരുന്ന സ്കോളർഷിപ്പ്, അച്ഛൻ്റെ അറ്റൻഷൻ എല്ലാം തിരിച്ചു വരുമെന്നല്ലേ? അമൃതയാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും സാർ ഒന്നും ചെയ്തില്ലേ? അതിന് പ്രായശ്ചിത്തമായി നീന ആ റൂം വെക്കറ്റ് ചെയ്തപ്പോൾ ഇവൾ ക്ലാരയുടെ റൂംമേറ്റ് അവൻ തയ്യാറായി. That was it. അമൃതയുടെ പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ. HIV ഇഷ്യൂവിൽ കളക്ടർ അടക്കം ഇടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായി. ക്ലാര ഈ കോളേജിൽ തന്നെ തുടർന്ന് പഠിച്ചു. അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തായി. ഗുഡ് ഇനഫ് റീസൺസ് അല്ലേ അമൃത? This is the limit. ക്ലാരയുടെ മരണമായിട്ടോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പായിട്ടോ ഇവൾക്ക് ഒരു ബന്ധവുമില്ല. അന്ന് ടൂറ് പോയപ്പോൾ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. So what? No. I'm just thinking. അമൃത, അന്ന് റിസോർട്ടിലെത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാം. ഐ ഡോണ്ട് റിമെമ്പർ. ഒരു വർഷം മുമ്പത്തെ കാര്യമല്ലേ? ക്ലാരയ്ക്ക് ശേഷം ബൊറൈൻ ഫെലോഷിപ്പ് കിട്ടിയ കുട്ടിയല്ലേ അമൃത? മെമ്മറി അത്ര വീക്കാവില്ലല്ലോ. ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. അന്നുച്ചയ്ക്ക് ഞങ്ങൾ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷനപ്പായി, ലഞ്ച് കഴിച്ചു, ഔട്ടിങ്ങിന് പോയി തിരിച്ചു വന്നു. പിന്നെ ഈവനിങ്ങിൽ വി ഹാഡ് എ ഗെറ്റ് ടുഗെദർ വിത്ത് എ ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറിനിടയിൽ എന്തിനാ അമൃത റൂമിൽ പോയത്? ആര് പറഞ്ഞു? Come on, sir. This is harassment. So we are coming to an end. ക്യാമ്പ് ഫയറിനിടയിൽ അമൃത റൂമിൽ പോയി ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാം. എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നിരുന്നു. റൂമിൽ കയറി അത് പ്ലഗ് ഇൻ ചെയ്തു. കുറച്ചു നേരം TV കണ്ടു. Since I wanted the mobile to be charged before I went back. Think I also took a bath.
ഡ്രസ് ചേഞ്ച് ചെയ്തു. നല്ല തലവേദന. ജോയിൻ ബാക്ക് ടു ദ ക്യാമ്പ് ഫയർ. ഞാൻ കുളിച്ച് കിടക്കട്ടെ. മെഡിസിൻ വല്ലതും വേണോ? ഏയ് ഒന്ന് ഉറങ്ങിയാ ശരിയോ. നീ ചെല്ല്. നൈസ് വാച്ച്. പപ്പയുടെ ഗിഫ്റ്റാണോ? ഓക്കെ അമൃത, ഇപ്പം പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? വാട്ട്? റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ മതി. അവസാനം ചെയ്ത കാര്യങ്ങൾ ആദ്യം. എന്തൊരു ഓർഡർ? ഇയാൾക്ക് പ്രാന്താണ്. ഇത് ഫുള്ള് ലാഗടിപ്പിച്ച് കൊല്ലു.